നാളായി നിങ്ങളൊക്കെ ആയിട്ടൊന്ന് കൂടെന്ന് വിചാരിച്ചിട്ട്. ജീവിച്ചിരിക്കുന്നവരെക്കാളും ഭേദം മരിച്ചവരാ. സലാം. എന്നാ ഇത് എടുത്ത് കഴിച്ചോട്ടെ. ഇട്ടുപേട്ടാ ബോട്ടിംഗ് എത്തി. ഞാനങ്ങ് ചെല്ലട്ടെ. എന്ന് അമ്മച്ചി തല കറങ്ങി കിടക്കുവാന്ന്. ഗുളിക മേടിച്ചു കൊടുത്തേക്കണം. പൈസ താണ്ടി ഇട്ടുപേണ്ട കടയിൽ നിന്ന് മേടിച്ചോ. ഞാൻ കുറുപ്പിരിവിന് പോവാ. ഓ ഇനിയിപ്പോ ഈ ബോട്ട് അക്കരെ ചെന്ന് വരണമായിരിക്കും. എന്റെ പൊന്നിച്ചായ വീട്ടിലോട്ട് ചെല്ല്. അമ്മച്ചി അവിടെ വീട്ടിൽ ഒറ്റയ്ക്കാ. നീ ഇങ്ങനെ തുള്ളല്ല ക്ലാറെ, ഞാൻ ചെന്നോളാം. എന്താണ് കണ്ണുരുട്ടി പേടിപ്പിക്കുന്നത്? ദേ അധികം കളിച്ചാലുണ്ടല്ലോ നിന്റെ കപ്പ എങ്ങനെയുണ്ട് ഈ കൊട വെച്ച് കുത്തി ഞാൻ കായലോട്ടിടും. എന്നാ കാണട്ടെടി. എന്റെ ക്ലാറെ നീ പോയേ, ദേ ബോട്ട് വരുന്നു. ഒരു മഞ്ഞയും കൂടി. കുന്തം കയ്യിലുണ്ട്, ഇനി ഒരു കുതിരയും കൂടി മതി. Okay, see you. You dance really well. You too. Bye. Bye. ചേട്ടാ ഒരു നാരങ്ങ സോഡ. ചേട്ടാ ഈ പള്ളി പുത്തൻകുടിയിലെ തോമസ് സാറിന്റെ മകനല്ലയോ? അമേരിക്കയിലെ ബോംബായിൽ നിന്നും വന്ന. എങ്ങനെ മനസ്സിലായി? തോമസ് സാറിന്റെ മുറിച്ച മുറിയല്ലയോ? എനിക്കറിയാൻ മേലെ. അല്ല സാധനങ്ങളൊക്കെ എന്തിയേ? സാധനങ്ങളൊക്കെ പുറകെ ബോട്ടിലിങ് വന്നോളൂ, ഞാനിങ്ങ് പോന്നു. ആ വന്നാട്ടെ, കുഞ്ഞിന്റെ പുറകിലോട്ട് കയറിയാട്ടെ. അല്ല ഞാൻ ഈ പള്ളിയിലേക്ക് പോകാനായിട്ട്. അത് പിന്നെ കുമരങ്കരി വന്ന് ഇറങ്ങിയാ പിന്നെ ആരെങ്കിലും പുണ്യാളിനെ കാണാതെ വീട്ടിലോട്ട് പോവോ? കേറിയാട്ടെ, ഞാനും പള്ളിയിലോട്ടാ. ഇതേ പള്ളിവക വണ്ടിയാ. ഞാനേ കപ്പ്യാരാ, ഔസേപ്പ്. ആഹാ കപ്പയാനാണോ? എന്നാ വാ ചേട്ടാ. കപ്പ്യാരെ ഇത് വെള്ളിയച്ഛന് കൊടുത്തയക്കണം. കളോപ്പിളി ചാച്ചപ്പൻ തന്നതാണെന്ന് പറഞ്ഞാച്ചാ മതി. എന്നതാ കാര്യം? ഈ കള്ളുകൂടി മാറാൻ സൗകര്യം പോലെ ഒന്ന് പ്രാർത്ഥിക്കാൻ അച്ഛനോട് പറയണം. പെട്ടെന്ന് പ്രാർത്ഥിക്കണമെന്നില്ല, സൗകര്യം പോലെ പ്രാർത്ഥിച്ചാൽ മതി. ഓ ഞാൻ കൊടുത്തേക്കാം. എന്നാൽ ഈ മീൻ പള്ളിക്കുശിനിയിലേക്കല്ല, കപ്പ്യാരുടെ വീട്ടിലെ അടുക്കളയിലേക്കും അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ തന്നെ ആമാശയത്തിലേക്കുമാണ് ഇനി യാത്ര ചെയ്യുക. ആമേൻ. മോനെ ഒന്ന് പിടിച്ചേ. റോക്കറ്റിൽ ഒഴിക്കുന്ന എണ്ണയാണോ പുള്ളി വണ്ടിയിൽ ഒഴിച്ചേക്കുന്നത്? ഇനി ബെന്നിക്കുഞ്ഞ് കുമരങ്കരി കുറച്ച് സ്ഥലമൊക്കെ വാങ്ങി നല്ല തങ്കക്കുടം പോലൊരു പെണ്ണിനെയൊക്കെ കെട്ടി ഇവിടെ തന്നെ അങ്ങ് കൂടണം. ഒക്കെ ഞാൻ ശരിയാക്കി തരാതെ. അപ്പൊ എങ്ങനെയാ? നല്ല പെങ്കൊച്ചുകൾ എമ്പടിയുണ്ട് കുമരങ്കരിയില്. ഒന്നിനെ അങ്ങ് ആലോചിക്കട്ടെ. അല്ല കപ്പ്യാരെ, നമ്മുടെ സഭയിൽ ഇപ്പം അച്ഛന്മാർക്ക് പെണ്ണൊക്കെ കെട്ടാവോ? അതെന്നാ കുഞ്ഞ് അങ്ങനെ ചോദിച്ചേ? അല്ല ഞാൻ ഈ പള്ളിയിലേക്ക് പുതുതായിട്ട് വന്ന കൊച്ചച്ഛനാ, ഫാദർ വിൻസെന്റ് വട്ടോളി. മീൻ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ചോ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞാനിവിടെ പുതുതായിട്ട് വന്ന കൊച്ചച്ഛനാ, വിൻസെന്റ് വട്ടോളി. അയ്യോ ഉള്ളതാച്ചോ, പുതുതായിട്ട് ചാർജ് എടുക്കാൻ വന്നതാ. ഞാൻ ഫാദർ ഇരുന്നിടംകുഴി, ജോസഫ് ഇരുന്നിടംകുഴി, ആറ്റുവാശ്ശേരിയുടെ വകുപ്പള്ളിക്കാരി എന്റെ കുഞ്ഞമ്മയുടെ മോനാ. ഫാദർ കിടന്നിടംകുളം. അതേന്ന് അല്ലെന്ന് വരുന്ന അറിയിപ്പൊന്നും കിട്ടിയില്ലായിരുന്നല്ലോ. പെട്ടെന്ന് പോരേണ്ടി വന്നു. ഓ അച്ഛനീ ലോഹ എവിടുന്നാ തയ്പ്പിച്ചത്? ഇത് തയ്പ്പിച്ചതല്ല, റെഡിമെയ്ഡാ. പാൻസും ഷർട്ടും. എന്തോ പാൻസും ഷർട്ടും? ആ ലോഹയുടെ നേരം കിട്ടിയില്ലായിരിക്കും. അല്ലച്ചോ, തിരുകർമ്മങ്ങൾ ചെയ്യുമ്പോ മാത്രം ലോഹ ഇട്ടാ പോരെ. എനിക്കിതൊക്കെ ഇട്ടങ്ങ് ശീലമായി പോയി.
അല്ലാത്ത സമയത്ത് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയേനെ. എന്ത്? കംഫർട്ടബിൾ. ആ മാത്രമല്ല എപ്പോഴും ലോഹയുടെ നിന്ന് നമ്മുടെ സഭ പറഞ്ഞിട്ടുണ്ടോ അച്ചോ? യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നല്ലേ, 2 മുട്ടയും പഴം കഴിച്ചോ? നോ താങ്ക്സ്. ആ വേണ്ട, വേണ്ടെങ്കിൽ വേണ്ട. ഒരു വൈദികൻ യേശുവിൻ്റെ പ്രതിപുരുഷനാണെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. യേശുവിൻ്റെ പ്രതിപുരുഷൻ പാൻസ് ഷർട്ടും ധരിക്കുന്നത് കുറച്ച് കടന്ന കയ്യല്ലേ വട്ടോളി. ഞാൻ വികാരിയായിട്ടിരിക്കുന്ന ഇടവകയിൽ പുറത്ത് ശീലങ്ങളൊന്നും വേണ്ട. അല്ലാതെ തന്നെ ഈ ഇടവകയിൽ ആവശ്യത്തിലേറെ വിപ്ലവകാരികളുണ്ട്. ഇനി വിപ്ലവകാരിയായ ഒരു അച്ഛനെ കൂടി താങ്ങാൻ ഈ ഇടവകയ്ക്കാവില്ല. അതുകൊണ്ട് ഈ പള്ളിയിൽ കൊച്ചച്ഛനായിട്ടിരിക്കണമെങ്കിൽ ഈ കുപ്പായൊക്കെ മാറ്റി പള്ളി അച്ഛന്മാർക്കുള്ള ലോഹ എടുത്തിട്. ശരി അച്ചോ. അല്ലച്ചോ, ഈ ലോഹയില് 2 പോക്കറ്റ് കൂടുതൽ വെക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ? വേണ്ട അല്ലേ? ഓക്കെ. നാളെ കാലത്ത് വട്ടോളിയുടെ ആദ്യത്തെ കുർബാനയല്ലേ, ഞാനൊന്ന് കാണട്ടെ മിടുക്ക്. വീട്ടുകാര് പറഞ്ഞോണ്ടേ നീ കെട്ടും കിടക്കെ എടുത്ത് ഇറങ്ങിയോ സെമിനാരി ചേരാൻ? ശോസന, നീ എന്നതായി പറയുന്നേ? ചെറുക്കിന് ദൈവവിളി കിട്ടി, അപ്പോ പിന്നെ സെമിനാറിൽ ചേരാതെ എന്തോ ചെയ്യാനാ? നീ ഒന്നിങ്ങ് മാറിക്കേ. ആ വിളിച്ച ദൈവത്തിന്റെ നമ്പറിങ് തന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ, വിളിച്ചോന്ന്? ഞാനാരും വിളിച്ചിട്ടില്ല. നീ എന്നാ വർത്താനായി പറയുന്നേ? ദൈവം ഫോണുമായിട്ടാണോ നടക്കുന്നത്? നീ ഒന്ന് മാറിക്കേ, ബോട്ട് പോവും. പള്ളിക്കൂടത്തെ വെച്ച് പുഷ്പിച്ചതൊക്കെ മറന്നോടാ നീ? എന്നാടാ അത് പുഷ്പിച്ചത് എന്ന് വെച്ചാ? പുഷ്പിച്ചതെന്ന് പറഞ്ഞ ഒരു വാക്കാ. എനിക്ക് എഴുത്ത് തന്ന ഫ്രാൻസിസിനും ആന്റോനും രഘുവിനും ഒക്കെ ഞാൻ എന്താടാ കൊടുത്തത്? എന്താടാ കൊടുത്തത്? അടി. നിനക്കെന്താടാ തന്നത്? നിനക്കെന്താടാ തന്നത്? ഉമ്മ. അച്ചാച്ചൻ ഉമ്മ എന്ന് കേട്ടിട്ടില്ല? സെമിത്തേരി പറമ്പിലെ കുറ്റിക്കാട്ടി വെച്ച് നീ എന്നെ എന്തൊക്കെയാടാ ചെയ്തത്? സെമിത്തേരി പറമ്പിലെ കുറ്റിക്കാട്ടി വെച്ച് നീ എന്നടാ ചെയ്തത്? കുറ്റിക്കാട്ടി വെച്ച് എന്താ ചെയ്യുന്നത് അച്ചാച്ചൻ അറിഞ്ഞു. എന്റെ പൊന്നു ശോചനെ, ഞാൻ എന്റെ അപ്പന്റെ സ്ഥാനത്ത് എന്ന് പറയാ. ഇല വന്ന് മുള്ളേ വീണാലും മുള്ളു ചെന്ന് ഇലയെ വീണാലും വന്ന് തോട്ടെ വീഴുന്ന ഉറപ്പായി. അയ്യോ, നിക്കടാ അവിടെ. എനിക്ക് നിന്റെ തീരുമാനം ഇപ്പൊ അറിയണം. സെമിനാരിൽ ചേർന്ന് പട്ടം വാങ്ങി പള്ളിയിൽ അച്ഛനാവണോ അതോ എന്നെ കെട്ടി എന്റെ പിള്ളേരുടെ അച്ഛനാവണോ? നിന്റെ പിള്ളേർ അച്ഛനായ മതി. എന്താ? നിന്റെ പിള്ളേർ അച്ഛനായ മതി. എന്താ അച്ചു വിളിപ്പിച്ചേ? അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഓടി ഇങ്ങി പോന്നതാ. 1500ഓളം പേരൊപ്പിട്ടൊരു നിവേദനം ചെന്നിരിക്കുക അരമനയിലോട്ട്. കഴിഞ്ഞ 15 കൊല്ലമായി കുമരങ്കരി ഇടവക വികാരിയായിട്ടിരിക്കുന്ന ഒറ്റപ്ലാക്കൻ അച്ഛനെ മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നിപ്പോ പിതാവ് അച്ഛനെ വിളിച്ച് പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞാൽ ഇടവക മാറാൻ പറഞ്ഞിരിക്കുക. ഈ കുമരങ്കരിയിൽ നീ അറിയാതെ ഒരു ഇല പോലും അനങ്ങത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം. ആരടാ പാപ്പി ഇങ്ങനെ ഒരു നിവേദനം എഴുതി ഇത്രയും പേരെ കൊണ്ട് ഒപ്പിടിച്ച് അരമനയിലോട്ട് അയച്ചത്? ഈ പണി എത്തേണ്ടടത്ത് തന്നെ സുരക്ഷിതമായിട്ടങ്ങെത്തണേ എന്റെ പുണ്യാളാ. അതിപ്പോ കപ്പ്യാരെ എന്നതാടാ പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? ഉള്ളതാണേലും കൂട്ടത്തിലുള്ളവരെ കുറിച്ച് എങ്ങനെ കപ്പ്യാരെ പറയുന്നേ? നിവേദനം എഴുതി ഉണ്ടാക്കിയതിനും നാട്ടുകാരെ കൊണ്ട് ഒപ്പിടിച്ചതിനും ഒക്കെ ഞാനും സാക്ഷി. അത് ചെയ്തത് കാലാകാലമായിട്ട് പള്ളി ചെലവിന് കൊടുത്തു പോറ്റുന്ന ഗീവർഗീസ് ബാൻഡ് സംഘം അല്ലേടാ? മിശിഹായാണ്, പുണ്യാളനാണ്, എനിക്കിതിലൊരു പങ്കുമില്ലച്ചു. ലൂയി പാപ്പനോടും ചാലി പാപ്പനോടും വേണ്ട വേണ്ടാന്ന് 1000 തവണ ഞാൻ പറഞ്ഞതാ, കേട്ടില്ല. ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കിയപ്പോ എന്തൊരാശ്വാസം. ഓരോരോ പട്ടിത്തീട്ടങ്ങളെ. അപ്പൊ കാശ് കൊടുത്ത ഏത് പുരാവസ്തുവും അറിയും, ഇല്ലയോ എഞ്ചിനീയറെ? ഒരു മുട്ട കുടിക്കാറ്റ്. പുരാവസ്തു പറയും, പക്ഷേ പൊതുമരാമത്തും അറിയില്ല. അവന്റെ വിരലൊക്കെ ഒടിച്ചേരെ, അപ്പൊ പിന്നെ ഈ ഊത്ത് നടക്കത്തില്ലല്ലോ. മോക്ക് അറിയാമോ ഇവരൊക്കെ ആരാന്ന്?
പാവത്തിന് അറിയത്തില്ല കേട്ടോ. നമ്മുടെ നോർത്ത് സ്റ്റേഷനിലെ SI കുത്തിയ കേസിലെ പ്രതികളാ വിക്രമനും മുത്തുവും. അപ്പച്ചൻ കൊണ്ടുവന്നതാ അവനിട്ട് 2 കൊടുപ്പിക്കാൻ. കൈയൊടിക്കണോ കാലൊടിക്കണോ എന്ന് സംശയിച്ച് കാലും കടിച്ചോണ്ടിരിക്കുവാ പാവങ്ങള്. കുറച്ച് കോഴിക്കറി ഒഴിക്കട്ടെ ചേട്ടാ?